പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 29 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവിടെ നിന്നും പുറപ്പെട്ട് ഗലീല കടലിൻ്റെ തീരത്ത് വന്ന് ഒരു മലയിൽ കയറി അവിടെ ഇരുന്നു. തത്സമയം മുടന്തർ, വികലാംഗർ, അന്ധർ, ഊമർ തുടങ്ങി പലരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവരെ അവൻ്റെ കാൽക്കൽ കിടത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. ഊമർ സംസാരിക്കുന്നതും, വികലാംഗർ സുഖം പ്രാപിക്കുന്നതും, മുടന്തർ നടക്കുന്നതും, അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോട് കൂടിയാണ്. അവർക്ക് ഭക്ഷിക്കുവാൻ യാതൊന്നുമില്ല. വഴിയിൽ അവർ തളർന്ന് വീഴാനിടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ശിഷ്യന്മാർ ചോദിച്ചു, ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം ഈ മരുഭൂമിയിൽ എവിടെ നിന്നും കിട്ടും? യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, 7. കുറേ ചെറിയ മത്സ്യവുമുണ്ട്. ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചിട്ട് യേശു 7 അപ്പവും മത്സ്യവും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ശിഷ്യന്മാർ അത് ജനക്കൂട്ടങ്ങൾക്ക് വിളമ്പി. അവർ ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഈ വചനഭാഗത്തിൽ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് സൗഖ്യമുണ്ട്. വികലാംഗർ, അന്ധർ, ഊമർ, മുടന്തർ ഇവരൊക്കെയും യേശുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് അവർ സൗഖ്യം പ്രാപിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അനുകമ്പയുള്ള ദൈവമാണ് നമ്മോടൊപ്പമുള്ളത്. ദൈവം നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കുന്നു. ഈ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം, സേവിക്കാം. യേശു പറയുന്നത് മാതിരി നമ്മൾ പ്രവർത്തിച്ചാൽ സംശയിക്കേണ്ട, സ്വർഗരാജ്യത്തിൽ നമ്മളെ കൊണ്ടുപോകുവാനായിട്ട് തൻ്റെ ദൂതന്മാരെ അവിടെ നിന്ന് അയക്കും. വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് യേശുവിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ഉള്ളൊരു ജീവിതം നയിക്കുവാനായിട്ട് പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.